സുഡാൻ സമാധാനം വെറും സ്വപ്നമായി മാറിയിരിക്കുന്ന ഒരു രാജ്യം. കാലങ്ങളായി തുടരുന്ന ആഭ്യന്തര യുദ്ധം സുഡാനിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം ഒരു വലിയ കൂട്ടക്കൊല നടന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. 2000-ലധികം മനുഷ്യരെ ഒരൊറ്റ സ്ഥലത്ത് പച്ചക്ക് കൊല്ലുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. സുഡാൻ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. സുഡാനെക്കുറിച്ച് നമുക്കറിയാം, ആഫ്രിക്കൻ രാജ്യമാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് സുഡാൻ എന്ന് പറയുന്നത്. നൈൽ നദിയുടെ ജന്മഭൂമിയാണ്. നിരവധി പുരാതന സംസ്കാരങ്ങളുടെ കേന്ദ്രമാണ് സുഡാൻ. പക്ഷേ ഇന്ന് സുഡാൻ ഒരു യുദ്ധഭൂമിയാണ്. ആകെ സങ്കീർണമാണ് സുഡാനിലെ കാര്യങ്ങൾ. വിശദീകരിക്കണമെങ്കിൽ പോലും എവിടെ നിന്ന് തുടങ്ങുമെന്നറിയാത്ത വിധത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയാവസ്ഥ, സങ്കീർണമായ സംഘർഷാവസ്ഥയാണ് സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2023 ഏപ്രിൽ തൊട്ടിങ്ങോട്ട് പ്രത്യേകിച്ച് ഈ സംഘർഷം വളരെയധികം രൂക്ഷമായിരിക്കുന്നു. സുഡാനിൻ്റെ ആർമി SAF, സുഡാൻ ആംഡ് ഫോഴ്സ്, സുഡാനിൻ്റെ ഔദ്യോഗിക സേനയാണ്. സുഡാനിൻ്റെ ആർമിയുടെ അധ്യക്ഷൻ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ, അവിടുത്തെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് RSFൻ്റെ നേതാവ് ഹംദി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഹംദാൻ ദഗലോ, ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ സൈന്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നു. ഈ രണ്ട് സൈന്യങ്ങളും ഒരു സമയത്ത് ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ്റെ കീഴിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ഇരുവരും ചേരിതിരിഞ്ഞ് പരസ്പരം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സംഘർഷം ഒരുപക്ഷെ ഒരു രാഷ്ട്രീയാധികാര പോരാട്ടത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. മറിച്ച് ലോകാരോഗ്യ സംഘടന ഇടപെട്ട, ഐക്യരാഷ്ട്രസഭ ഇടപെട്ട, ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ദുരന്തത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 28-ന് സുഡാനിലെ ദർഫൂർ എന്നറിയപ്പെടുന്ന സ്ഥലം, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാന നഗരമായ എൽ ഫാഷിർ എന്ന സ്ഥലത്ത് നിന്ന് സുഡാനീസ് ആർമിയെ പിന്മാറ്റം നടത്തി പകരം RSF അവിടെ കീഴടക്കി കൂട്ടക്കൊല നടത്തിയിരിക്കുന്നു. ആശുപത്രികളിൽ പോലും കൂട്ടക്കൊല നടത്തിയിരിക്കുന്നു. 460-ലധികം പേരാണ് അവിടെ വെച്ച് ആശുപത്രിയിൽ കൊല്ലപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭ ഇതിനെ ലോകത്തിൻ്റെ തന്നെ പരാജയമെന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ സംഭവം സുഡാൻ്റെ യുദ്ധചരിത്രത്തിൽ പുതിയ അധ്യായമായി മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് മനുഷ്യർ ഇതുവരെ സുഡാനിൽ അഭയാർത്ഥികളായിട്ടുണ്ട്. 2 കോടി അഭയാർത്ഥികളാണത്രേ. ഭക്ഷണക്ഷാമം വേറെ, ഭീകരവാദം വ്യാപിക്കുന്ന പ്രശ്നം വേറെ, ഇങ്ങനെ നിരവധി തലങ്ങളാണ് സുഡാനിലെ ഈ പ്രശ്നത്തിനുള്ളത്. സുഡാൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രം തന്നെ യുദ്ധങ്ങൾ നിറഞ്ഞ ചരിത്രമാണ് സുഡാനിൽ. 1956-ലാണ് സുഡാൻ സ്വാതന്ത്ര്യം നേടുന്നത്. പക്ഷേ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് 1955-ൽ തന്നെ സുഡാനിൽ ആഭ്യന്തര സംഘർഷങ്ങൾ രൂപപ്പെടുകയാണ്. 1983 മുതൽ 2005 വരെ ഇത്രയും കാലം നീണ്ടുനിന്ന ഒരു നോർത്ത് സൗത്ത് വാർ, ഒരു വടക്ക് തെക്ക് യുദ്ധം സുഡാനിലുണ്ടായിട്ടുണ്ട്. ഈ 22 വർഷങ്ങളെ കൊണ്ട് 20 ലക്ഷം ജീവനുകളാണ് ഒരു രാജ്യത്ത് പൊലിഞ്ഞത് എന്നോർക്കുക. 2011-ൽ തെക്കൻ സുഡാൻ വേർപിരിഞ്ഞുപോയി. പക്ഷേ ദർഫൂർ പ്രദേശത്തെ ഇപ്പോൾ നടക്കുന്ന ഈ ജനസൈഡ് 2003 മുതൽ തുടങ്ങിയിട്ടുണ്ട്. സുഡാൻ്റെ ചരിത്രത്തിലെ തന്നെ വലിയൊരു മുറിവായി ഈ പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. 1989-ലാണ് ഒമർ അൽ ബഷീർ അധികാരത്തിൽ വരുന്നത്. 2019 വരെ അദ്ദേഹം അധികാരത്തിൽ ഇരുന്നിരുന്നു. ഇങ്ങനെ 1989 മുതൽ 2019 കാലം വരെ ഭരണം നടത്തിയ ഒമർ അൽ ബഷീറിൻ്റെ കാലം സുഡാനിൽ പ്രധാനമായിരുന്നു. ഈ ബഷീർ തന്നെ വളർത്തിയെടുത്ത ജൻജവീദ് എന്ന് പറയുന്ന ഒരു മിലിഷ്യ, ഒരു സേനയുണ്ടായിരുന്നു. ഇവരാണ് പിന്നീട് RSF ആയി മാറുന്നത്. അവരാണിപ്പോൾ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2019-ൽ ഈ ബഷീറിനെ പുറത്താക്കുകയാണ്. 2019-ൽ ബഷീർ പുറത്താക്കപ്പെട്ടു. തുടർന്ന് ബഷീറിൻ്റെ ഈ സ്ഥാനചലനത്തിന് ശേഷം ഹംദോക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിലിയൻ ഗവൺമെൻറ്റാണ് സുഡാനിൽ വരുന്നത്. പക്ഷേ ആ സിവിലിയൻ ഗവൺമെൻറ്റിനെ സുഡാൻ്റെ ഔദ്യോഗിക സൈന്യവും ഈ RSFും ചേർന്ന് നിന്നുകൊണ്ട് അട്ടിമറിച്ചിടുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഈ 2 വിഭാഗവും, അതായത് സുഡാനീസിൻ്റെ ഒഫീഷ്യൽ സൈന്യവും ഈ RSFും ചേർന്നുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഡാൻ ഒഫീഷ്യൽ സൈന്യത്തിൻ്റെ നേതാവ് നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ദുൽ ഫത്താഹ് എന്ന് പറയപ്പെടുന്ന
സുഡാനി സായുധ സേനയുടെ തലവനെ ഭരണതലപ്പത്തെത്തിച്ച് RSFിൻ്റെ സഹായത്തോടെ അവർ അവിടെ ഭരണം തുടങ്ങി. പിന്നീട് ഈ RSFിനെ സുഡാനി സൈന്യത്തിലേക്ക് ലയിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നു. ആ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ചില തർക്കങ്ങളെ തുടർന്ന് ഇവർ വീണ്ടും തെറ്റി. അങ്ങനെ ഇവർ തമ്മിൽ തെറ്റിയതോടുകൂടി സുഡാൻ ആഭ്യന്തര കലാപം വീണ്ടും ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തോളമായി ശക്തമായി ഈ ആഭ്യന്തര യുദ്ധം സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ RSFിന് വിദേശ ശക്തികളുടെ സഹായം ലഭിക്കുന്നുണ്ട്. പല വിദേശ ശക്തികളും RSFിനെ പരസ്യമായിട്ട് തന്നെ സഹായിക്കുന്നുണ്ട്. ആയുധവും പണവും ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഒരു മുന്നേറ്റം, അതാണ് ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായ ദർഫൂറിലെത്തിയിരിക്കുന്നത്. ദർഫൂറിൽ നിന്ന് സുഡാൻ്റെ ഔദ്യോഗിക സേന പിന്മാറി അതോടുകൂടി ആ പ്രദേശം മുഴുവൻ RSFിൻ്റെ വലയിലായി. അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ആ ഏരിയ മുഴുവൻ ഉള്ളത്. അവിടെയുള്ള നെസാലിയാത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ഗോത്രവംശ വിഭാഗങ്ങൾ, അറബികളല്ലാത്ത വിഭാഗങ്ങൾ, അവരെ ഇവർ കൂട്ടക്കൊല ചെയ്യുന്നു. 2 സൈന്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഔദ്യോഗിക സൈന്യവും അനൗദ്യോഗിക സൈന്യവും തമ്മിലുള്ള ഒരു പോരാട്ടം. അതിൽ ഈ പാവപ്പെട്ട ജനങ്ങൾ എന്തിന് കുരുതി കൊടുക്കുന്നു എന്നൊരു ചോദ്യം, ആ ചോദ്യത്തിന് തന്നെ ഇവിടെ പ്രസക്തിയില്ല. കാരണം എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ്. എല്ലാ യുദ്ധത്തിലും ജീവൻ നഷ്ടപ്പെടുന്നതും പാവപ്പെട്ട നിസ്സഹായരായ സിവിലിയന്മാർക്കാണ്. ഇതാണ് നമ്മൾ ലോക ചരിത്രത്തിൽ മുഴുവൻ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് സുഡാനിലും ആവർത്തിക്കുന്നത്. അമേരിക്കയിലെ ചില റിസർച്ച് സ്ഥാപനങ്ങൾ പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ അതിപ്പോൾ പ്രചരിക്കുന്നുണ്ട് വ്യാപകമായി. സുഡാനിൽ നടക്കുന്ന കൂട്ടക്കൊലയുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിലുള്ളത്. ചില ഭാഗങ്ങളിൽ ചോര കട്ടപിടിച്ച ചിത്രങ്ങൾ. സുഡാൻ്റെ തലസ്ഥാന നഗരമായ ഹർത്തൂം, ഈ ഹർത്തൂമിൽ പോലും ഔദ്യോഗിക സൈന്യത്തിന് പൂർണ്ണമായി അധികാരമില്ല. RSF ഈ തലസ്ഥാന നഗരം പോലും പിടിച്ചടക്കിയിട്ടുണ്ട്. തലസ്ഥാനം തന്നെ വിഭജിക്കപ്പെട്ട അവസ്ഥ. ഇപ്പോൾ കൂട്ടക്കൊല നടന്ന ദർഫൂർ ഏരിയ ഒരുപാട് ധാതു വിഭവങ്ങളുള്ള ഏരിയയാണ്. RSFിന് വിദേശ സഹായങ്ങൾ ലഭിക്കുന്നതിന് പിന്നിലും ഇങ്ങനെ ഈ ധാതു വിഭവങ്ങൾ ലക്ഷ്യമിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ട്. സുഡാനിലെ സ്വർണ്ണ ഖനികൾ ലക്ഷ്യമിട്ടുകൊണ്ട് താല്പര്യങ്ങളുണ്ട്. മറുവശത്ത് ഔദ്യോഗിക സേനയെ പിന്തുണക്കുന്ന വേറെയും ചില ശക്തികളുണ്ട്. ഇങ്ങനെ ഇരു കൂട്ടരും ചേർന്ന് പരസ്പരം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്ത്. ഇത് പക്ഷേ രാജ്യത്തെ സാധാരണ ജനങ്ങളെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. 18 മാസം, 1.5 വർഷമാണ് ദർഫൂറിലെ ജനങ്ങൾ ഉപരോധത്തിൽ കഴിച്ചുകൂട്ടിയത്. 50 കിലോമീറ്റർ പുറത്തേക്ക്, ആ പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത രൂപം മൃഗങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടാണ് പലരും ജീവിച്ചത്. സുഡാൻ എന്ന രാജ്യം പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ രാജ്യമാണ്. സ്വർണ്ണഖനികളുണ്ട് സുഡാനിൽ, എണ്ണയുണ്ട്, പ്രകൃതിവാതക ശേഖരങ്ങളുണ്ട്. അതെല്ലാം ആ രാജ്യത്ത് സ്വന്തമായി ഉണ്ടെങ്കിലും ആ രാജ്യത്തെ ജനങ്ങൾക്ക് അത് ഉപയോഗപ്പെടുന്നില്ല. ഭരണകൂടത്തിന് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഭരണകൂടം തമ്മിലെടുക്കുകയാണ്. ജനങ്ങൾ പട്ടിണിയും പരിവട്ടവുമായി മുന്നോട്ട് പോവുകയാണ്. സുഡാൻ ഇനിയും വിഭജിക്കപ്പെടുമോ എന്ന ആശങ്ക പലരും മുന്നോട്ട് വെക്കുകയാണ്. 2011 തെക്കൻ സുഡാൻ വിഭജിച്ചു പോയി. പക്ഷേ അതിനു പിറകിൽ അമേരിക്കയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ലോക വൻകിട സാമ്രാജ്യത്വ ശക്തികൾ, അവർക്ക് വേണമെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടെ കച്ചവട കണ്ണ്, ഇതെല്ലാം സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തെ വീണ്ടും വീണ്ടും കത്തിച്ചു നിർത്തുകയാണ്. അപ്പോഴും നഷ്ടം സഹിക്കേണ്ടി വരുന്നത് ആ രാജ്യത്തെ ജനങ്ങൾക്കാണ്. സുഡാൻ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായി തുടരുന്നു. അങ്ങനെ തുടരുന്നത് ഐക്യരാഷ്ട്രസഭ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ തന്നെ ദയനീയ പരാജയമാണ്.